ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്ത ഡിസൈൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. ഇതിൽ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വെറുതെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. പക്ഷെ നമ്മൾ ഇത് ആണിയൊക്കെ അടിച്ച് നൂലൊക്കെ വലിച്ചു കെട്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസൈനിൻ്റെ എല്ലാ സ്റ്റെപ്സും നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്സിലേക്ക് പോകാം. ഈ ഡിസൈന് പ്രധാനമായിട്ടും ഒരു 4 ലെയറുകളുണ്ട്. അതിലത്തെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ 4 കോർണറിലും ഇതുപോലെ നൂല് വലിച്ച് കെട്ടുക. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല എളുപ്പമായിരിക്കും, പക്ഷേ ഇത് ആണിയൊക്കെ അടിച്ച് നൂലൊക്കെ വലിച്ച് കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ്. രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞത് നമ്മൾ ഈ കാണുന്ന പോലെ ഈ 4 കോർണറിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. മൂന്നാമത്തെ ലെയർ ഈ കാണുന്ന പോലെ സെൻറ്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ഡിസൈനാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിൽ ഈ കാണുന്ന പോലെ നമ്മൾ നൂല് വലിച്ച് കെട്ടുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇനി നമുക്ക് ഇതിനാവശ്യമായ മെറ്റീരിയൽസും ടൂൾസും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ആണികൾ വേണം, പിന്നെ കത്രിക വേണം, ഒരു പ്ലയർ വേണം, ഒരു ചുറ്റിക, പിന്നെ ഒരു റെക്സിൻ എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ മരത്തിൻ്റെ ആ ബോർഡ് ഒന്ന് കവർ ചെയ്തെടുക്കാനാണ്. നമ്മൾ ഈ ഡിസൈനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 15 ഇഞ്ചിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലൈവുഡാണ്. എന്നിട്ട് നമ്മൾ ഈ പ്ലൈവുഡിനെ ഈ റെക്സിൻ കൊണ്ട് ഇങ്ങനെ ഈ കാണുന്ന പോലെ പൊതിഞ്ഞിങ്ങനെ എടുക്കണം. അതെന്തിനാണെന്നുണ്ടെങ്കിൽ ഈ പ്ലൈവുഡിൽ ചിലപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കളർ പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. ഈ റെക്സിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു യൂണിഫോം കളറായിട്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. അല്ലെങ്കിൽ റെക്സിൻ കൊണ്ട് പൊതിഞ്ഞില്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റോ അല്ലെങ്കിൽ ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും പെയിൻറ്റ് അടിച്ചാലും മതി. ഞാനിപ്പോൾ റെക്സിനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് ശേഷം റെക്സിൻ ഇങ്ങനെ വലിച്ചു പിടിച്ച് അത് ആണിയടിക്കുക. പിന്നെ ആണി അടിക്കുമ്പോൾ നമ്മൾ അടുപ്പിച്ച് ആണി അടിക്കണമെന്നില്ല, നല്ല ഗ്യാപ്പിൽ ആണി അടിച്ചാൽ മതി. പിന്നെ ആണി അടിക്കുന്നത് ഫുള്ളായിട്ട് ആണി അടിച്ച് കയറ്റരുത്. അതൊരു പകുതി ആണി അടിച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ അതിങ്ങനെ വളച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മരത്തുമ്മൾക്ക് വളച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ ഒരു പിടുത്തത്തിൽ അവിടെ ഇരുന്നോളൂ. നമ്മൾ 2 സൈഡും അതുപോലെ ആണി അടിച്ച് വളച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു കത്രിക എടുത്തിട്ട് അതിൻ്റെ കോർണർ ഇങ്ങനെ വെട്ടുക. അത് വെട്ടണത് എന്തിനാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് അതിൻ്റെ മടക്കി വയ്ക്കുമ്പോൾ അതിങ്ങനെ കൂടുതലായിട്ട് നിന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ മടക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഈ കാണുന്ന പോലെ ഇങ്ങനെ കർവ്ഡായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. രണ്ട് സൈഡിലും അതുപോലെ തന്നെ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ മടക്കിയെടുത്ത് കറക്റ്റായിട്ട് മടക്കിയെടുത്ത് അതും ആണി വയ്ക്കുക. ആണി വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആണികളൊക്കെ വെക്കുന്നത് റെക്സിൻ്റെ ആ ഒരു എഡ്ജിനോട് ചേർന്നിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ നടുക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെക്സിൻ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ അതിൻ്റെ എല്ലാ കോർണറും മടക്കിയിട്ട് ആണി വെച്ച്
നല്ല അടിപൊളിയാക്കുക. അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ അതിൻ്റെ പ്ലാറ്റ്ഫോം റെഡിയായി. നമ്മുടെ സ്ട്രിങ് ആർട്ടിൻ്റെ പ്ലാറ്റ്ഫോം റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഡിസൈനൊക്കെ വരച്ച് ആണി അടിച്ച് എന്നിട്ട് വേണം നൂല് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൻ്റെ പ്ലാറ്റ്ഫോം റെഡിയാക്കണ സ്റ്റെപ്പാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ മരത്തിൽ റെക്സിനൊക്കെ പൊതിഞ്ഞ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസൈനൊക്കെ വരച്ച് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.